നല്ല സൂപ്പർ പടമായിരുന്നു. കഥയൊക്കെ എങ്ങനെയുണ്ട്? കൊള്ളാം, നല്ല കഥ. കുടുംബമായിട്ട് വായിക്കാം. കുടുംബമായിട്ട് വന്നതാണ്. പടം എങ്ങനെയുണ്ട്? അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. അത്രേ ഉള്ളൂ, ഒന്നും പറയാനില്ല ഇതിനെ കുറിച്ച്. എന്തിനാ നമ്മള് പറയുന്നത്? ഒരു വർഷം കൊണ്ട് കണ്ടു തീർക്കേണ്ട സീരിയൽ നമുക്ക് ഒരു 2 മണിക്കൂർ കൊണ്ട് കണ്ടു തീർക്കാം എന്ന് പറയാം. ഒരു പഴയ കഥയും ഒരു പുതുമയില്ലാത്തൊരു കഥകളൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്നും ടോട്ടലി ഒരു പുതുമയൊന്നുമില്ല. ഒരു ആവറേജ് മൂവി. പെർഫോമൻസ് ഒന്നും കുഴപ്പമില്ല. അപ്പൊ അത് പടത്തിന്റെ സ്റ്റോറിയല്ലേ നമ്മൾ പ്രധാനം നോക്കുന്നത്. പെർഫോമൻസ് ഓൾറെഡി ഉള്ള ആളുകളാണല്ലോ അതിൽ അഭിനയിക്കുന്നത്. പടം ഫാമിലി എല്ലാവരും റിലേറ്റഡ് കഥാപാത്രങ്ങളാണ്. ശാന്തികൃഷ്ണ സൂപ്പറാണ്. സൗബിൻ എല്ലാവരും നമിത ആരെയും ഇതാകാമല്ല. കഥയും എല്ലാ കാര്യങ്ങളും ഡയറക്ഷനും എല്ലാം വളരെ മികച്ചതാണ്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ടായി. അടിപൊളി, നല്ലൊരു സ്റ്റോറി ആയിരുന്നു. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റോറി അല്ല, അടിപൊളിയായിരുന്നു. ഓക്കെ, ഒരു ഫാമിലി മൂവിയാണ്. നല്ല രീതി കാണും, ഓടും, അവസ്ഥയുണ്ടാവും. അതായത് ബോബൻ സാമൻ എന്ന് പറഞ്ഞ ഡയറക്ടർ മുൻകാല സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം അദ്ദേഹത്തിന്റെ സിനിമകൾ എത്തരത്തിലുള്ളതാണ്. അപ്പൊ ബോബൻ സാമിന്റെ സിനിമ എന്ന രീതിയിൽ പൂർണ്ണമായിട്ടും അത് നന്നായിട്ട് നല്ല രീതിയിൽ എന്റർടൈൻ ചെയ്തിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരും പൂർണ്ണമായിട്ട് തൃപ്തിപ്പെടുത്തും. ആ ഫാമിലിയായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. മെസ്സേജുള്ള ഒരു പടമാണ്, വളരെ ഇഷ്ടപ്പെട്ടു. ഞാൻ നേരത്തെ കണ്ടതുകൊണ്ട് ഫാമിലിയില്ല, മൂന്നാമതൊരാളെ അത് തീർച്ചയായിട്ടും ഹസ്ബൻഡ് വൈഫിനിടയിൽ ഡിസിഷൻസ് ഹസ്ബൻഡ് വൈഫ് തന്നെയാണ് എടുക്കുന്നത്. ആളിനാളിലും നീതി വേണമല്ല, ആളിനാളിലും നീതി വേണം. തീർച്ചയായിട്ടും ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും നീതി ഒരുപോലെയാണ്. നിങ്ങൾ ഒക്കെ കണ്ടോ? കണ്ടു. എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? വെരി ഗുഡ്, താങ്ക് യു. നല്ല മെസ്സേജ് ഉണ്ട്, നല്ല മെസ്സേജ്. താങ്ക് യു. ഈ സിനിമ ഉന്നയിക്കുന്ന വിഷയം ഒരു സമകാലികമാണ്. അതായത് ആണിനും പെണ്ണിനും തുല്യനീതിയാണോ എന്നൊരു ചോദ്യം ചോദിക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അത്തരത്തിലൊരു നല്ലൊരു വിഷയം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പൊ ചേച്ചിയുടെ നിലപാടെന്നാണ് ആ കാര്യത്തില്? കറക്റ്റ് അല്ലേ? നമ്മൾ ഇക്വാലിറ്റി ഘോരം പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അതിനെ റിഫ്ലക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു സിനിമയാണിത്. കറക്റ്റ് ആണ്, അതിൽ കൊടുത്തിരിക്കുന്ന മെസ്സേജ് വളരെ കറക്റ്റ് ആണ്. മെസ്സേജ് ഉള്ളൊരു പടമാണ്. ഈ പടത്തിന്റെ പ്രമേയത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതെ, തീർച്ചയായിട്ടും. അതെ, ധ്യാൻ ചേട്ടന്റെ അഭിപ്രായത്തിൽ ഈ സിനിമ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്. സ്ത്രീയും പുരുഷനും തുല്യനീതിയാണോ എന്നൊരു ചോദ്യമുണ്ട്. ആണുങ്ങൾക്ക് നീതി കിട്ടണം, പെണ്ണുങ്ങൾക്ക് നീതി കിട്ടിയപ്പോൾ എന്താ ധ്യാൻ ചേട്ടൻ ഇതല്ലേ പ്രതീക്ഷിച്ചത് നമ്മള്? അതെ, തീർച്ചയായിട്ടും. അപ്പൊ ഓക്കെ, അല്ല തീർച്ചയായിട്ടും അതിന് കറക്റ്റ് സമ്മതമാണ്. എന്ത് ബേസ് നാളെ ഇവിടെ ലേഡീസിലാണ് മുൻഗണന നീതി കിട്ടുന്നത്. അത് ആക്ച്വലി അല്ലല്ലോ, ആണുങ്ങൾക്ക് നീതി കിട്ടുന്നത്. അങ്ങനെ ഒരു പ്രമേയം ആയതുകൊണ്ട് കൂടിയാണ് ഇത് സമൂഹത്തിലൂടെ എത്തണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്തത്. ഇന്നത്തെ ജനറേഷന് ഭയങ്കര ആലോചിക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീടുകളിലുണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങൾ, ഫാമിലി അത് നല്ല രീതിയിൽ എടുത്തിരിക്കുന്നത് നല്ലൊരു പടം. കാണുന്ന പ്രേക്ഷകരാണ് പറയുന്നത് സിനിമ എങ്ങനെയുണ്ട്, അവർക്ക് ഇത് ഇഷ്ടപ്പെട്ടോ? അവർക്കാണ് ഇഷ്ടപ്പെടണ്ടേ, ഞങ്ങൾക്കല്ല ഇഷ്ടപ്പെടണം. നമ്മൾ ബേസിക്കലി നിർമ്മാതാവാണ്. നമ്മളൊരു നല്ല സബ്ജക്ട് നിങ്ങൾക്ക് തരുന്നു, അല്ലെ നല്ല സിനിമ നമുക്കെന്ന് തോന്നുന്ന നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്കത് എങ്ങനെ എൻജോയ് ചെയ്യാൻ കൊള്ളുന്നു എന്നുള്ളതാണ്. നിങ്ങൾ എൻജോയ് ചെയ്തെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷം. തീർച്ചയായിട്ടും നമ്മൾ അതിനകത്ത് ഹാപ്പിയാണ്. പിന്നെ നമ്മൾ അതിനകത്ത് കൊടുത്ത മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്കും ഇവിടെ നീതി കിട്ടണം, നീതി വേണം, ഈക്വാലിറ്റി. അല്ലാതെ എന്ത് വന്നാലും ആണുങ്ങളുടെ മടക്കി മേക്കറി അല്ല വേണ്ടേ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. മറ്റുള്ള എല്ലാ വിഭാഗത്തിൽ നിന്നും എല്ലാ എഫേർട്ടും എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനൊരു റിസൾട്ട് ഉണ്ടാവുന്നുള്ള ഒരു വിശ്വാസത്തോടെ പ്രേക്ഷകർ ഈ സിനിമ കാണണം. അല്ലേ, ഫാമിലീസ് കാണണം ഈ സിനിമ. മാലാങ്ങനെ ഏറ്റെടുക്കാം. നമുക്ക് നമ്മളുടെ ചുറ്റിലും കാണാൻ പറ്റുന്ന കല, അത് പലതരത്തിലുള്ള കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് ഇഷ്ടപ്പെടുന്നു തോന്നുന്നു, വിശ്വസിക്കുന്നു. എല്ലാവരും ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ എല്ലാവരും സിനിമ കാണാൻ വരിക. പ്രോജക്റ്റ് എല്ലാം കണ്ടു കഴിഞ്ഞു. അതെ, തീർച്ചയായിട്ടും. നല്ല നാടൻ